ഇതൊന്നും ചെയ്തിട്ടില്ല. ചില സ്ഥലങ്ങളിൽ മരങ്ങൾ കൂടുതലുള്ളിടത്ത് മരങ്ങൾ തന്നെ ചിലയിടത്ത് പോസ്റ്റായിട്ട്, അതായത് റബ്ബറിൻ്റെ നമ്മൾ ഇത് ബുഷ് വെച്ചിട്ട് അതിനെ പോസ്റ്റായിട്ട് എടുത്തിട്ട് അതിൽ തൂക്കിയിട്ട് വളരെ വില കുറഞ്ഞ, വളരെ എന്താണ് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഫെൻസ് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ. ഇതുവരെ മരങ്ങൾ മുറിച്ച് ഫെൻസ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വനം വകുപ്പ് അങ്ങനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. എന്താണെന്ന് വെച്ചാൽ വനം വകുപ്പിൻ്റെ ലക്ഷ്യം തന്നെ വനസംരക്ഷണവും ഇതാണല്ലോ. അപ്പോൾ വനം എല്ലാം വെട്ടിമുറിച്ച് ഫെൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, ശിക്ഷിക്കപ്പെടും. സാർ, അതിൽ മറ്റൊരു കാര്യം, ഈ നമ്മളവിടെ അന്വേഷണ സമയത്ത് വനംവകുപ്പ് ജീവനക്കാർ പറഞ്ഞത് DFOയുടെ വാക്കാലുള്ള പെർമിഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. സാറിന് അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മണിക്കൂർ മുന്നെയാണ് റേഞ്ച് ഓഫീസർ എൻ്റെ അടുത്ത് ഇത് വിവരം പറഞ്ഞത് തന്നെ, വാക്കാൽ പറഞ്ഞത് തന്നെ. പിന്നെ ഞാനെങ്ങനെ വാക്കാൽ പറഞ്ഞെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞത് ജസ്റ്റ് വൺ അവറേ ആയിട്ടുള്ളൂ. റേഞ്ച് ഓഫീസറാണ് പറഞ്ഞത്. റേഞ്ച് ഓഫീസർ പറഞ്ഞു എന്ന് പറഞ്ഞു, ഇങ്ങനെ 1-2 വേണമെങ്കിൽ മുറിച്ച് ഇതാക്കണമെങ്കിൽ കുഴപ്പമില്ല, ചെറിയ മരങ്ങളാണെങ്കിൽ ചെയ്തോളൂ. പക്ഷേ അതിൻ്റെ ഇതിൽ അവർ കുറച്ച് 2-3 കുറച്ച് കൂടുതൽ മരങ്ങൾ മുറിച്ചു. അതിൻ്റെ പേരിൽ റേഞ്ച് ഓഫീസർ അവരുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു 10-70 മരങ്ങളിൽ കൂടുതൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനായിട്ടുള്ള നടപടികൾ എടുക്കും. എന്താണെന്ന് വെച്ചാൽ അനുമതി ഇല്ലാണ്ട് ആർക്കും അങ്ങനെ മരം മുറിക്കാൻ പറ്റില്ല. അത് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് അതിനല്ലല്ലോ നമ്മളുടെ ഉദ്ദേശം, അത് അല്ലല്ലോ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. വലിയ മരങ്ങളുള്ള ആഞ്ഞിലി, പ്ലാവ് പോലുള്ള മരങ്ങൾ സാധാരണ തടിയായിട്ടാണ് എടുക്കാറ്. എങ്ങനെയാണ് ഒരു നടപടിക്രമം? ഇല്ല, നമ്മൾ തടിക്ക് ഉപയോഗിക്കാവുന്ന മരങ്ങൾ നമ്മൾ തടിയായിട്ട് എടുക്കും. പിന്നീട് വിറകാണെങ്കിൽ വിറകായിട്ട് എടുക്കും. പക്ഷെ അത് നമ്മൾ അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ CCFൻ്റെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ മുറിക്കുകയുള്ളൂ. അതിനുശേഷം ഓപ്ഷൻ ചെയ്യുകയുള്ളൂ. അതെല്ലാം അതിന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈവൻ DFO വരെ അങ്ങനെ ചെയ്യില്ല. DFO അങ്ങനെ പെർമിഷൻ കൊടുക്കേണ്ട അവസരം എന്ന് വെച്ചാൽ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള മരങ്ങൾ, അതായത് ഒരു മരം മുറിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യജീവനോ അല്ലെങ്കിൽ ഒരു വീടോ നശിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമേ DFO കൊടുക്കാറുള്ളൂ. മറ്റേത് നമ്മൾ CCFൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യാറുള്ളൂ. സാർ, കുറച്ച് ദിവസം സാർ അവധിയായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ചാർജുള്ള റേഞ്ച് ഓഫീസർ ഞാൻ ഒരു 3 ദിവസം ക്യാഷ് ലീവ് ആയിരുന്നു. അന്ന് റേഞ്ച് ഓഫീസർക്ക് കറണ്ട് ഡ്യൂട്ടി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഒരുപാട് വലിയ മരങ്ങൾ മുറിച്ചു.